ഓണക്കാലം വരികയാണ്. കുറച്ചു നാളുകൾക്ക് മുൻപൊക്കെ പൂക്കൾക്കായി അന്യ സംസ്ഥാനങ്ങളെയായിരുന്നു നമ്മൾ പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ കേരളത്തിൽ പലയിടത്തും ഇപ്പോൾ പൂക്കൃഷി നടത്തുന്നുണ്ട്. അത്തരത്തിൽ തിരുവനന്തപുരത്തെ പാലോട് വൃന്ദാവനം ഹിൽസിൽ ചെണ്ടുമല്ലി തോട്ടം ഒരുക്കിയിരിക്കുകയാണ്. കാണാം ഓറഞ്ച് മഞ്ഞ നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിയുടെ മനോഹര കാഴ്ച. വൃന്ദാവനം ഹിൽസിൽ അരയേക്കർ ഭൂമിയിലാണ് കണ്ണിന് കുളിർമയേകുന്ന ചെണ്ടുമല്ലി പൂക്കളുടെ കൃഷി. കഴിഞ്ഞ വർഷം പച്ചക്കറികളായിരുന്നു ഈ മണ്ണിൽ വിളവെടുത്തത്. ഇത്തവണ പൂക്കൃഷിയുടെ നൂറുമേനി വിരിഞ്ഞു നിൽക്കുകയാണ് ഈ മണ്ണിൽ. ഓണമെത്തുന്നതോടെ ഗ്രാമീണ മേഖലകൾ പോലും പൂവിനായി ആശ്രയിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളെയാണ്. ഇതിന് ഒരു ചെറിയ പരിഹാരമെന്നോണമാണ് ചെണ്ടുമല്ലിപ്പൂവ് കൃഷി ചെയ്തതെന്ന് സ്ഥലമുടമയായ ഡോക്ടർ അജീഷ് വൃന്ദാവനം പറഞ്ഞു. കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശത്തെല്ലാം നമ്മൾ പച്ചക്കറിയായിരുന്നു, വിവിധ തരത്തിലുള്ള പച്ചക്കറികളായിരുന്നു നമ്മൾ കൃഷി ചെയ്തത്. അപ്പോൾ ഈ വർഷം നമുക്ക് വ്യത്യസ്തമായിട്ട്, കാരണം വെച്ചാൽ നമുക്കറിയാം ഓണത്തിൻ്റെ ഒരു സമയം അടുക്കുന്ന സമയത്ത് ഈ അന്യസംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ടും ഈ പറയുന്ന ചെണ്ടുമല്ലി പല ആവശ്യ കുട്ടികൾക്ക് എന്താണ് പൂക്കളും ഒക്കെ ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള, ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ കേരളത്തിലുള്ള തന്നെ പല ആൾക്കാരും സെൽഫി എടുക്കുന്നതിന് വേണ്ടി പോകുന്നത് തന്നെ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലുള്ള സൂര്യകാന്തി പാടങ്ങളിലും ഒക്കെയാണ് പോകുന്നത്. വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ആലോചനയുടെ ഭാഗമായിട്ട് ഞങ്ങളൊന്ന് പരീക്ഷണം നടത്തിയതാണ്. പാങ്ങോട് കൃഷിഭവനിൽ നിന്നും ലഭിച്ച വിത്തുകളും പുറത്തുനിന്ന് വാങ്ങിയ വിത്തുകളും ഉപയോഗിച്ചാണ് പൂക്കൃഷി ചെയ്തത്. നിലവിൽ ഇതൊരു പരീക്ഷണമാണെന്നും തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ വിപുലമാക്കുമെന്നും അജീഷ് പറഞ്ഞു. ഈ മാസം അവസാനം മുതൽ ചെണ്ടുമല്ലി പൂപ്പാടം പൊതുജനങ്ങൾക്ക് കാണാനായി സൗജന്യമായി തുറന്നു നൽകും. കാഴ്ചക്കാർക്ക് ഫോട്ടോയെടുക്കാനായി പ്രത്യേക സെൽഫി പോയിന്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.